أنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അവരുടെ മനസ്സുകളിൽ ഈമാനിനും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളോടും ഒരു ഇഷ്ടവും സ്നേഹവും ഉണ്ടാവുക എന്നുള്ളതും, അതേപോലെ തന്നെ തിന്മകളോട് ഒരു അനിഷ്ടവും ഒരു വെറുപ്പും മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതും സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു വലിയ നിഅമത്താണ്. സൂറത്തു ഹുജറാത്തിന്റെ 7-8 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നുണ്ട്. വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഇടയിലുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിതും, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചിരുന്നുവെങ്കിൽ ലഅനിതും, നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈമാനിനെ ഇഷ്ടമുള്ളതാക്കി തീർത്തിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ഈമാന് കൊണ്ട് അല്ലാഹു അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെമ്മാടിത്തരങ്ങളും അതുപോലെ തന്നെ അധാർമികമായ പ്രവർത്തനങ്ങളും തിന്മകളും അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഒരു വെറുപ്പുള്ളതാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സുകളിൽ മാറ്റിയിരിക്കുന്നു. അങ്ങനെ നന്മയോട് സ്നേഹവും തിന്മയോട് വെറുപ്പുമുള്ള ആളുകളാണ് ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ നന്മ സുകൃതം ചെയ്ത ആളുകൾ. ഫളലൻ മിനല്ലാഹി വ നിഅമ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹമാണ്, ഔദാര്യമാണ്, ഒരു നിഅമത്താണ്. സഹോദരന്മാരെ, വിശ്വാസത്തോടും നന്മയോടുമുള്ള ഒരു മനസ്സിന്റെ ഇഷ്ടമുണ്ട്. അതേപോലെ തന്നെ തിന്മയോടും പിന്നെ അധാർമികമായ പ്രവർത്തനങ്ങളോടും മനസ്സിന് അനിഷ്ടമുണ്ട്. അത് വിശ്വാസികളായ ആളുകളുടെ ഒരു പിന്നെ ഖൽബിന്റെ പ്രത്യേകതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഈ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു പ്രത്യേകതയെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയാണ് പിശാച് കാര്യമായി കൊണ്ട് പണിയെടുക്കുക. നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ട പിശാചിന്റെ കുതന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുതന്ത്രവും അതുതന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പിശാചിനെ അല്ലാഹു പുറത്താക്കിയ സന്ദർഭത്തിൽ അവൻ അല്ലാഹുവിനോട് പറഞ്ഞൊരു കരാറുണ്ട്. അതെന്താണ്? ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. ഖാല റബ്ബി, അല്ലാഹു എന്റെ റബ്ബേ, ബിമാ അഗ്വൈതനി, നീ എന്നെ ഏതായാലും വലാലത്തിലാക്കി, നീ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പോകുന്നു. അതുകൊണ്ട് ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഞാൻ ഭൂമിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കും. നീ അവിടെ മനസ്സുകളിൽ തിന്മയോടൊരു വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നന്മയോട് ഇഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തിന്മയെ ഞാൻ അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കും. വലഉഗ്വിയന്നഹും അജ്മഈൻ, അങ്ങനെ ആ തിന്മ അവർക്ക് ഇഷ്ടമാവുകയും അവസാനം ആ തിന്മയിലെല്ലാം അവർ അകപ്പെട്ടുകൊണ്ട് മുഴുവൻ ആളുകളെയും ഞാൻ വഴിതെറ്റിക്കുന്നൊരവസ്ഥയുണ്ടാക്കും എന്ന് ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരു കരാർ വാങ്ങി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ വിശ്വാസികളായ ആളുകൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഫിത്രത്താണ് അവന്റെ ലക്ഷ്യം. ഈ ഫിത്രത്തിൽ നിന്ന് അവർ തെറ്റിച്ചു കളഞ്ഞാൽ പിന്നെ തിന്മ ചെയ്യുമ്പോൾ മനസ്സിൽ ചൊറിച്ചിലുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോളൂ, എന്താണ് തിന്മ എന്ന് പറഞ്ഞാൽ?
എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്മയുടെ വിശദീകരണം പ്രവാചകൻ പറഞ്ഞു, മഹാക ഫീ സുദരിക, നിന്റെ ഹൃദയത്തിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കുകയും അത് ആളുകൾ കാണുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്നു, അതാണ് തിന്മ. ഈ ആളുകളെ കാണുമ്പോൾ വെറുപ്പുണ്ടാകുകയും മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ ഈമാനിന്റെ ലക്ഷണമാണ്. ഇത് രണ്ടും ഇല്ലാതെയാക്കലാണ് പിശാചിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്താൽ അതിലൊരു ഖേദവും അവനുണ്ടാകൂല, അതുപോലെ തന്നെ ആ തെറ്റുകൾ ആളുകൾ കാണുന്നതിനും അവനൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ, മുജാഹിറുകൾക്കൊഴികെ മുജാഹിറുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. ആരാ മുജാഹിർ എന്ന് പറഞ്ഞാൽ? ഒരു തെറ്റിനെ രഹസ്യമാക്കി ചെയ്യാതെ പരസ്യമാക്കി ചെയ്യുന്നതിൽ യാതൊരു സങ്കോചവും കാണിക്കാത്ത അവരാണ് മുജാഹിറുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞ മാ ഹാക ഫീ സുദരിക എന്ന് പറയുന്ന ആ വസ്തുവിനെ ഇബ്ലീസ് എടുത്തു കളഞ്ഞിരിക്കുന്നു. അവന്റെ മനസ്സിൽ തിന്മയോടൊരു വെറുപ്പും അതുപോലെ തന്നെ തിന്മ ആളുകൾ കാണുന്നതിലും ഒരു പ്രയാസവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇബ്ലീസ് അവനെ മാറ്റിയിരിക്കുന്നു. ഇത് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരാർ വാങ്ങി പുറത്തു വന്ന് നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തന്നെ തെറ്റിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ ഒരു എണ്ണമറ്റ വിഭവങ്ങൾ എത്രയാണ് ആസ്വദിക്കാൻ കഴിയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം എല്ലാ വിഭവങ്ങളും ആസ്വദിക്കാം. പക്ഷെ വലാ തഖറബ ഹാദിഹി ഷജറ, ഒരു മരത്തോട് നിങ്ങൾ അടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഇബ്ലീസിന്റെ പണി എന്താണ്? ആ മരത്തിന്റെ സൗന്ദര്യവും ആ മരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും പറഞ്ഞുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇബ്ലീസ് തെറ്റിക്കാൻ നോക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വർഗം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. ആ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിൽ മറ്റൊരു മരത്തിലേക്കും ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമെ കൊണ്ടുപോകാതെ അള്ളാഹു വിലക്കിയ ആ മരത്തിലേക്ക് തന്നെ കൊണ്ടുപോയത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, ഖാല യാ ആദം, ആദമിനോട് ഇബ്ലീസ് പറയാണ്, ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽകിൻ ലാ യബ്ലാ, എന്നെന്നും ആ മരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കാലാകാലം ഈ സ്വർഗത്തിൽ നിനക്ക് താമസിക്കാൻ കഴിയും. വ മുൽകിൻ ലാ യബ്ലാ, ഒരിക്കലും നശിക്കാത്ത സ്വർഗത്തിന്റെ അധികാരവും അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ് ഇബ്ലീസ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഞ്ചിക്കുകയും അതിലൂടെ ലൗഖുബിയന്നഹും ലഉസയ്യിനന്നഹും ഫിൽ അർദി എന്ന് പറഞ്ഞ അവന്റെ കരാറ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അവൻ നിറവേറ്റിയിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്കറിയാം ഈ ദുനിയാവ് കഴിഞ്ഞ ഒരു പരലോകം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഇത്രയൊക്കെ മതി, ഇനി പരലോകത്തിലേക്ക് ഉഷാറാക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് വിശ്വാസികളായ ആളുകളെല്ലാം. പക്ഷേ സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ, ദുനിയവിയായ ജീവിതമാണ് കാഫറുകൾക്ക് പിശാച് അലങ്കാരമാക്കി കൊടുത്തിട്ടുള്ളത്. കാരണം അവന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ പരലോകം മറപ്പിക്കുകയും ദുനിയാവിൽ മനുഷ്യന്മാരെ പരമാവധി മുട്ടിതിരിച്ച് ആ സ്വർഗത്തിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്യുക. അതിനവർ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് തസ്യീൻ, അഥവാ തിന്മകളെ നന്മകളാക്കി കാണിക്കുകയും ആ തിന്മകൾക്കൊരു ആസ്വാദനം കൊടുക്കുകയും ആ തിന്മകൾക്കൊരു അലങ്കാരം കൊടുക്കുകയും ചെയ്യുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, എത്രത്തോളം ചോദിച്ചാൽ ഇബ്ലീസിന്റെ പണി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ വിശദീകരിക്കാൻ, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ടും എല്ലാ മനുഷ്യന്മാരും പടച്ചവനിലേക്കൊന്ന് അടുക്കും. ഒരു വലിയ പ്രയാസം ശരീരത്തിലോ സമ്പത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കച്ചവടങ്ങളിലൊക്കെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക എന്നുള്ള ഏതൊരു മനുഷ്യന്റെയും ഈമാനുള്ള മനുഷ്യന്റെയും ഒരു ഫിത്രത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഈ പിശാച് അവനെ പിടികൂടിക്കഴിഞ്ഞാൽ ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രയാസം അവർക്ക് വന്നപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അവർ കീഴൊതുങ്ങാതിരുന്നത്? വലാകിൻ ഖസത ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങളതാ കടുത്തുപോയിരിക്കുന്നു. വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ, എന്തുകൊണ്ടാണ് ഒരു പ്രയാസം വന്നിട്ട് പോലും അള്ളാഹിലേക്ക് അവർക്ക് തിരിയാൻ കഴിയാത്തത്? വസയ്യന ലഹുമുശ് ശൈത്വാൻ, പിശാച് അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നു. മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന ഈ തോന്നിവാസങ്ങളെയും ഈ വൃത്തികേടുകളെയും എല്ലാം അതൊക്കെ നല്ല കാര്യമാണ്, ഇതൊക്കെ ചെയ്യേണ്ടതാണ്, ഇതൊക്കെ പാരാ ചെയ്യാത്തത് എന്ന് പറഞ്ഞ് ഈ വലിയ തോന്നിവാസങ്ങളെ പിശാച് അവന്റെ മനസ്സിൽ ഇങ്ങനെ നന്നാക്കി കാണിച്ചു കൊടുക്കും. നിങ്ങളത് ആലോചിച്ച് നോക്കി, എത്രത്തോളം വെച്ചാൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു സമ്പ്രദായമായിരുന്നല്ലോ പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികളെ കൊന്നുകളയുക അല്ലെങ്കിൽ കുഴിച്ചുകൂടുക എന്നുള്ളതും ജാഹിലിയ കാലഘട്ടത്തിലെ വലിയൊരു തിന്മയായിരുന്നു.
ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ആ മാതാവിനും പിതാവിനും കൺകുളിർമയാണ്. പക്ഷെ എന്നിട്ട് പോലും ഒരു മനുഷ്യന്റെ ഏതൊരു നാൽക്കാലിയാണെങ്കിൽ പോലും തന്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ടാകും. അത് പോത്താണെങ്കിലും കോഴിയാണെങ്കിലും അതുപോലെ നായാണെങ്കിലും പട്ടിയാണെങ്കിലും ഏത് ബുദ്ധിയില്ലാത്ത ജീവികളാണെങ്കിലും തന്റെ ഉദരത്തിൽ വളർന്നു വന്ന ആ കുഞ്ഞിനോടൊരു സ്നേഹമുണ്ടാവുക, അതിനെന്തെങ്കിലും അപകടം പറ്റുന്നതില്ലെന്ന് അതിനെ സംരക്ഷിക്കുന്ന ഫിത്രത്ത്, അത് മനുഷ്യന് മാത്രമല്ല, പക്ഷെ ആ ഫിത്രത്തിന് പോലും എതിരായ ഒരു പ്രവർത്തനമാണ് ജാഹിലിയത്തിൽപ്പെട്ട ആളുകൾ സ്വന്തം പിഞ്ചോമന പൈതങ്ങളെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായം. ഇതിനെ സംബന്ധിച്ച് അള്ളാഹു പറയും, എന്തുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ സാധിച്ചത്? ഒരു മനുഷ്യന്റെ ഫിത്രത്തിനെതിരായിട്ട് പോലും എന്തുകൊണ്ടാണ് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെപ്പോലും കുഴിച്ചു മൂടാൻ അവർക്ക് അറപ്പും വെറുപ്പിൽ ഇല്ലാതെയായത്? എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, وَكَذَلِكَ زَيَّنَ لِكَثِيرٍ مِنَ الْمُشْرِكِينَ قَتْلَ أَوْلَادِهِمْ شُرَكَاؤُهُم. അവരുടെ കൂട്ടുകാരുകളും അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാരികളും അതുപോലെ തന്നെ പിശാചുമൊക്കെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകൾക്കും സ്വന്തം മക്കളെ കൊല്ലുക എന്നത് ഒരു അലങ്കാരമായി ശൈത്താൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഒരു ഖേദം അവർക്കുണ്ടാകൂല. ഞാൻ എന്റെ മകളെ കൊന്നു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ട് പോലും അവർക്ക് തോന്നൂല. അവരുടെ സന്താനങ്ങളെ വധിക്കുക എന്നുള്ളത് മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് പിശാചും അവന്റെ കൂട്ടാളികളും അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഏതൊരു വലിയ തിന്മ ചെയ്യുകയാണെങ്കിലും ഈ മനസ്സിൽ പിശാചിന്റെ തസീൻ വന്നു കഴിഞ്ഞാൽ ആ തിന്മ നമുക്കൊരു പ്രശ്നമേ ഉണ്ടാവുകയില്ല, അതൊരു കുഴപ്പമായി നമ്മുടെ മനസ്സിൽ തോന്നുക പോലുമില്ല. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ വലിയൊരു ദുരന്തമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജാഹിലിയ കാലഘട്ടത്തിൽ സ്വന്തം പിഞ്ചോമന പൈതങ്ങളെ കൊല്ലുന്നതിന് ഒരു പണപ്രയാസമില്ലാത്തൊരു കാലഘട്ടമായിരുന്നെങ്കിൽ ഇന്നും സഹോദരന്മാരെ വളരെ സങ്കടകരമായ അവസ്ഥ എന്താ ചോദിച്ചാൽ, പലപ്പോഴും പല ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അന്ന് ജനിച്ചതിന് ശേഷമാണ് കുഴിച്ചു മൂടിയതെങ്കിൽ ഗർഭത്തിലിരിക്കുന്ന പല കുഞ്ഞുങ്ങളെയും ഇന്ന് ചില ആളുകൾ അബോർഷൻ എന്ന പേരിലും അതുപോലെ തന്നെ മറ്റുള്ള പേരുകൾ ഇട്ടുകൊണ്ട് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഡോക്ടർമാർ പറയും അവിടെ പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന വൈകല്യങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് ചികിത്സിക്കാൻ പൈസ ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കൊന്നാളി എന്ന് പറയും. വളരെ നിസ്സാരമായിക്കൊണ്ട് അബോർഷൻ നടത്തുന്ന എത്ര കുടുംബങ്ങൾ മുസ്ലിം ചെറുപ്പക്കാരികളും സമൂഹത്തിലുണ്ട് സഹോദരന്മാരെ. ജാഹിലിയത്തിന്റെ ഒരു തിന്മയായിക്കൊണ്ട് നമ്മൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജാഹിലിയത്ത് ഇന്നും നമ്മുടെ സമുദായത്തിലുണ്ട്. നിങ്ങൾ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലുകൾ പോയി നോക്ക്. നിങ്ങൾ സ്വന്തം ഭാര്യയുടെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകും. ആ പ്രയാസങ്ങൾ അള്ളാഹു തന്ന പരീക്ഷണമാണെന്ന് കരുതി ക്ഷമിക്കുകയല്ലാതെ ആ പിഞ്ചോമന പൈതലിനെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് കഷ്ണമായി മുറുക്കിയെടുത്ത് പുറത്തേക്ക് കളയുന്ന ആളുകൾ, അതിനൊരു മനസ്സങ്കോചം കാണാത്ത ആളുകൾ. വിശുദ്ധ ഖുർആൻ അതിന്റെ ഗൗരവം സൂചിപ്പിച്ചത് നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കണം. സൂറത്തുൽ അൻആമിലെ 140-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, ഖദ് ഖസറ അല്ലദീന ഖതലു ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽമിൻ. ഒരു ഇൽമുമില്ലാതെ ഒരു വിവരവുമില്ലാതെ വിഡ്ഢിത്തം പ്രവർത്തിച്ചുകൊണ്ട് സ്വന്തം പിഞ്ചോമന പൈതങ്ങളെ കൊന്നൊടുക്കിയ ആളുകൾ അവർ നശിച്ചിരിക്കുന്നു, അവർക്ക് നാശം. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ഇത് ജാഹിലിയത്തിൽ ജനിച്ചതിന് ശേഷമാണ് കുഴിച്ചു മൂടിയതെങ്കിൽ അതവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഇന്ന് ഉദരത്തിലിരിക്കുന്ന സ്വന്തം ഭാര്യയുടെ ഗർഭാശയത്തിലിരിക്കുന്ന സ്വന്തം കുഞ്ഞിനെ പോലും അബോർഷൻ നടത്തിക്കാനൊന്നും ഒരു നിസ്സാരമായ കാരണത്തിന് പോലും അബോർഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനൊന്നൊരു പ്രശ്നമില്ലാതിരിക്കുന്ന അവസ്ഥ ഈ ആയത്ത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചോളി. അല്ലാഹു പറയും, ഖദ് ഖസറ അല്ലദീന ഖതലു ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽമിൻ വഹറമു മാ റസഖഹുമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിഞ്ചോമന പൈതങ്ങൾക്ക് നൽകിയ റിസ്ഖിനെ അവർ ഹറാമാക്കുകയാണ്. ആ കുഞ്ഞിവിടെ ജനിക്കണം, ആ ജനിക്കുക എന്നതിന് അവർ ഹറാമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തീരുമാനത്തെ അവർ ഹറാമാക്കുകയാണ്. അവർ വഴിവെച്ചു പോയിരിക്കുന്നു. വമാ കാനൂ മുഹ്തദീൻ, അവർക്കൊരിക്കലും ഹിദായത്ത് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇതൊരു പ്രശ്നമില്ലാതായിരിക്കുന്നു. കാരണം അത് ശൈത്താൻ നമ്മളെ മനസ്സിൽ ആ വലിയ തിന്മയാണെങ്കിൽ പോലും ആ തിന്മ ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ നമ്മുടെ മനസ്സിനെ പിശാച് മെല്ലെ പാകപ്പെടുത്തി എന്ത് ഹറാമിനെയും ഒരു ഹലാലിന്റെ പ്രതീതിയോടുകൂടി കാണുന്നൊരവസ്ഥ സഹോദരന്മാരെ മുസ്ലിം സമുദായത്തിൽ മെല്ലെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹറാമുകളെ
ആ ഹറാമിന്റെ മതിൽക്കെട്ടുകളെ ചാടിക്കടയ്ക്കുകയോ അതല്ലെങ്കിൽ ഹറാമിന്റെ മതിൽക്കെട്ടുകൾ തകർത്തെറിയുകയോ ചെയ്തിട്ട് ഇതൊക്കെ ഹലാലല്ലെങ്കിൽ പിന്നെ മതത്തിൽ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ യുവതി യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയാണ്, ഫയുഹില്ലു മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അവർ ഹലാലാക്കുകയാണ്. സയ്യന ലഹും സൂഅ അമാലിഹിം, അവരുടെ സയ്യന ലഹും സൂഅ അമാലിഹിം, അവിടെ ആ തിന്മയായ പ്രവർത്തനങ്ങൾ, തോന്നിവാസത്തെ പിശാച് അവർക്ക് അലങ്കാരമാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോ തലയിൽ തട്ടമിടാതെ ഒരു കുട്ടി പുറത്തിറങ്ങിയാൽ, മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ തല മറക്കാതെ ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങിയാൽ ആ കുട്ടിക്ക് വല്ല എളുപ്പമുണ്ടോ? കാരണം എന്താ? ഞാൻ ചെയ്യുന്നത് ഹറാമാണെന്ന ബോധ്യം പോലും അവിടെ മനസ്സിൽ നിന്ന് പിശാച് എടുത്തു കളഞ്ഞിരിക്കുന്നു. DJ പാർട്ടികൾക്കിടയിൽ അത് മുസ്ലിം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ചാടുന്നതിനും കുഴപ്പമില്ല. മ്യൂസിക്കിന്റെ താളത്തിനൊത്ത് എത്ര ഉയരത്തിൽ ചാടാൻ കഴിയോ, എത്ര ഒച്ചയിൽ പാടാൻ കഴിയോ അത്ര ഒച്ചയിലും ഊക്കിലൊന്നും ചാടിയാലും പാടിയാലൊന്നും കുഴപ്പമില്ല എന്നതിലേക്ക് ആളുകൾ എത്തിയത് എന്തുകൊണ്ടാണ്? പിശാച് ഇതൊന്നും കുഴപ്പമില്ലാത്തത്. ഹറാമുകൾ ഇന്ന് ആളുകൾക്കൊരു പ്രശ്നമേ അല്ല. കാരണം എന്തുകൊണ്ടാ? പിശാച് അതൊക്കെ മനസ്സിന് അതൊന്നും ആരാ അവിടെ ചെയ്യാത്തത്? ഇതൊക്കെ എല്ലാ ആളുകളും ചെയ്യുന്നതല്ലേ? എല്ലാ ആളുകളും ചെയ്യുന്നതല്ലേ? ഞാൻ മാത്രം മാറി നിന്നാൽ ഞാനൊരു ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെയൊക്കെ കല്യാണങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇന്ന് മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന കല്യാണങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കി, പണ്ടത്തെ കല്യാണവും ഇന്നത്തെ കല്യാണങ്ങളും തമ്മിൽ വ്യത്യാസവും, ആളുകൾ എത്ര തിന്മയാണെങ്കിലും അതിനൊക്കെ മൗനാനുവാദമാണ് സമൂഹത്തിലുള്ളത്. അത് മഹല്ലാണെങ്കിലും ഖാദിയാണെങ്കിലും ഖതീബാണെങ്കിലും അതുപോലെ തന്നെ കാരണന്മാരാണെങ്കിലും അവർക്ക് അതിലേക്ക് മെല്ലെ 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 ഹറാമിലേക്ക് ലയിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണ്. എന്തുകൊണ്ടാണ്? പിശാച് അങ്ങനെയാണ് നമ്മളിൽ വരിഞ്ഞു മുറുക്കി ഇതൊന്നൊരു പ്രശ്നമില്ല, ഹലാലുകളും ഹറാമുകളൊന്നും അങ്ങനെ നോക്കേണ്ടതില്ല എന്ന് പറയുന്ന. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഒരു കോളേജിലെ മുസ്ലിം പെൺകുട്ടികൾ, തട്ടമിട്ട പെൺകുട്ടികൾ ചാനലിന്റെ മുമ്പിൽ എന്താ പറഞ്ഞത്? LGBTQ എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ കുഴപ്പമില്ല, ആക്ടിവിസ്റ്റ് ഒന്നും കുഴപ്പമില്ല, പ്രേമിച്ച് കല്യാണം കഴിക്കലാണ്, ഒരു ആണിനെ ഞാൻ സ്വന്തമായി തെരഞ്ഞെടുക്കലാണ് എന്റെ ബാപ്പ തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് എന്നാരാ പറയുന്നത്? മാപ്പിള ജാതിയിൽ പിറന്ന തട്ടമിട്ട പെൺകുട്ടികൾ പറയാൻ. കാരണം അതൊന്നൊരു പ്രശ്നമില്ല. ലവ് മാരേജും അതുപോലെ തന്നെ ലിവിങ് ടുഗദറും ഇങ്ങനെ എല്ലാ ഹറാമുകളും അവിടെ മനസ്സിലൊന്നും പ്രശ്നമില്ലാതെ, എത്രത്തോളം ചോദിച്ചാൽ സ്വവർഗ കല്യാണം കഴിച്ചിട്ടുള്ള രണ്ട് കപ്പിൾസുകൾ പോലും അവർക്കൊരു പ്രശ്നമല്ല. അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാകും, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളണമെന്ന് പറയുന്ന ഒരു വിശാലമായ ഹറാമിന്റെ മേഖലയിലേക്ക് നമ്മുടെ ആളുകളെ മെല്ലെ മെല്ലെ പിശാച് ഇങ്ങനെ അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് പോലും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. കാരണം എന്താ? അത് ന്യായ ഇബ്ലീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ, ആ പടച്ചറബിന്റെ മുമ്പിലില്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നത് ഈ ദുനിയാവിന്റെ ഈ ഫിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ്. കാര്യം ലോകത്തുള്ള മുഴുവൻ മരങ്ങളും സസ്യങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സർവ്വചരാചരങ്ങളും പടച്ചറബിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്. പക്ഷെ മനുഷ്യന്മാരിന്ന് കുറച്ച് ആൾക്കാരെങ്ങനെ അല്ലാഹുവിന് മുമ്പ് സുജൂദ് ചെയ്യാൻ തുടങ്ങിയത്? അത് ന്യായീകരണങ്ങൾ പിശാച് പറഞ്ഞു കൊടുത്തു. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ അവരെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്ലീസ് പറഞ്ഞു കൊടുത്ത ന്യായം, അള്ളാഹ് പറഞ്ഞ ന്യായമല്ല. അപ്പൊ ന്യായങ്ങൾ ചമച്ചുകൊണ്ടും അതുപോലത്തെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയും എല്ലാ തിന്മകൾക്കും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രീതിയാണ് സഹോദരന്മാരെ പിശാച് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. വിശുദ്ധ ഖുർആൻ പറയാൻ, ഹുദ്ഹുദ് പക്ഷി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ഹുദ്ഹുദ് പക്ഷി വന്നുകൊണ്ട് പറഞ്ഞു, ബൽഖീസ് രാജ്ഞിയെ കുറിച്ച് പറയാൻ. എന്താണ് അവർ ചെയ്തിരിക്കുന്ന കാര്യം? വജത്തുഹാ വഖൗമുഹാ യസ്ജുദൂന ലിശ്ശംസി മിൻ ദൂനില്ലാ. ഹുദ്ഹുദ് പക്ഷി ബൽഖീസ് രാജ്ഞിയുടെ അടുത്ത് പോയി വന്ന് അവിടൊക്കെ സന്ദർഭങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം സുലൈമാൻ നബിക്ക് റിപ്പോർട്ട് കൊടുക്കണം. വജത്തുഹാ വഖൗമുഹാ, ഞാൻ ബൽഖീസ് രാജ്ഞിയും അതുപോലെ തന്നെ അവിടുത്തെ ഖൗമിനെ ഞാൻ കണ്ടു, യസ്ജുദൂന ലിശ്ശംസി മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അള്ളാഹ്ക്ക് ചെയ്യേണ്ട സുജൂദ് അവർ സൂര്യനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സൂര്യന് സുജൂദ് ചെയ്യുന്ന ആൾക്കാരെ എന്തുകൊണ്ടാണ്? വസയ്യന ലഹുമു ശൈത്താനു അമാലഹും. ഒരു സൂര്യനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പൊട്ടത്തരം വേറല്ല. കാരണം സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനുമായിക്കൊണ്ട് അവന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ദൂരീകരിക്കാനും ഒരു സൂര്യന് ഒരു പടപ്പിനും കഴിയില്ല. പക്ഷെ എന്നിട്ട് പോലും ഈ ബുദ്ധിരഹിതമായ ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവർ ചെയ്തത്? സയ്യന ലഹുമു ശൈത്താനു അമാലഹും. അതൊരു നല്ല കാര്യമായിട്ട് ശൈത്താനുകൾക്ക് കാണിച്ചു കൊടുത്തു. എത്ര വലിയ പൊട്ടത്തരമാണെങ്കിലും എത്ര വലിയ തോന്നിവാസമായിരുന്നാലും സയ്യന ലഹുമു ശൈത്താനു അമാലഹും
ഫസദ്ദഹും അനിസ് സബീൽ, അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളഞ്ഞു. ഫഹും ലാ യഹ്തദൂൻ, അവർക്ക് ഹിദായത്ത് ലഭിച്ചിട്ടില്ല. ആ ഹിദായത്ത് ലഭിക്കാത്ത കാര്യം അവർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. ഇതിലേറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ, ഒരു തിന്മ ആ തിന്മയാണെന്ന ബോധ്യം പോലും മനസ്സിൽ നിന്ന് പിശാച് എടുത്തു മാറ്റുന്ന, അത് തിന്മയാണെന്ന് പോലും അവർ മനസ്സിലാക്കൂല. അത് നേരത്തെ പറഞ്ഞു, ഒരു മുസ്ലിം പെണ്ണ് ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങുക എന്നത് അതൊരു തെറ്റായിട്ട് പോലും നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കാത്തൊരു കാലഘട്ടമാണിത്. എന്തുകൊണ്ടാണ്? അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഫമൻ സുയ്യിന ലഹു സൂ അമലിഹി ഫറആഹു ഹസനാ, ഒരു തിന്മ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഫറആഹു ഹസനൻ, ആ തിന്മയെ അവൻ നന്മയാക്കിയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊന്നും കുഴപ്പമില്ലല്ലോ, അതൊക്കെ ദീനുള്ളതല്ലേ, എന്താണ് അതിന് കുഴപ്പം? അപ്പൊ അത് നന്മയായിക്കൊണ്ടും മനസ്സിലാക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് സഹോദരന്മാരെ ഇത് മാറ്റപ്പെടുന്നുണ്ട്. ഇത് നമ്മളാണ് ഈ ഒരു പ്രവണതയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടം. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നന്മയേതും ഹലാലും ഹറാമും വേർതിരിക്കാനും കഴിയില്ല എന്ന് മാത്രമല്ല, ഇത് വരാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഏറ്റവും കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ കൂട്ടുകെട്ടാണ്. ഈ തിന്മയുടെ കൂട്ടുകെട്ട് ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് അവൻ മെല്ലെ 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 മാറ്റപ്പെടും. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. വഖയ്യവനാ ലഹും ഖുറനാഅ, അങ്ങനെ മനുഷ്യന്മാർക്ക് ചില ആളുകൾ ചില ഖരീനുകളെ ഞാൻ ഏർപ്പെടുത്തി കൊടുത്തു. അഥവാ മനുഷ്യന്മാരിൽ ചില ആളുകൾ ഖരീനാക്കി സ്വീകരിച്ചു. എന്താ ഖരീൻ എന്ന് പറഞ്ഞാൽ? ഏറ്റവും നമ്മൾ ബെസ്റ്റ് എന്നൊക്കെ ആധുനിക ഭാഷയിൽ പറഞ്ഞ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. അവന്റെ സ്വന്തം പിതാവിനേക്കാളും മാതാവിനേക്കാളും അവന്റെ കുടുംബക്കാരേക്കാളൊക്കെ അവനെ ബെസ്റ്റിയാണ് ഇപ്പൊ വലുത്. വഖയ്യവനാ ലഹും ഖുറനാഅ, ഇതിലെന്താ ഉണ്ടാകുക? ഫസയ്യന ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവർ മുന്നിലൂടെയും പിന്നിലൂടെയൊക്കെ ചെയ്യുന്ന എന്ത് തിന്മയാണെങ്കിലും അതൊക്കെ അതൊന്നും കുഴപ്പമില്ല, അവർക്കിങ്ങനെ തസീൻ കൊടുക്കുക, അതൊക്കെ അലങ്കാരമാക്കി അവനിങ്ങനെ മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് മോട്ടിവേഷന്റെ കാലമാണല്ലോ. ഇന്ന് ഈ സമുദായം ഇത്ര ദുരന്തത്തിലേക്ക് പോകാൻ തന്നെ കാരണം ചില തലയില്ലാത്ത മോട്ടിവേറ്റർമാരെ കൊണ്ടാണ്. കാരണം എന്താ? എല്ലാത്തിനും മോട്ടിവേഷനാണ്. നിങ്ങളെന്തിനാ വാപ്പാന്റെ കേൾക്കുക? നിങ്ങൾക്ക് സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കണ്ടേ? നിങ്ങളെന്തിനാ ഭർത്താവിനനുസരിക്കുന്നത്? നിങ്ങൾക്ക് സ്വന്തം കാലിൽ നട്ടെല്ലോട് നിൽക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഈ മോട്ടിവേഷന്മാർ ചെയ്ത് അവസാനം ഈ സമുദായത്തെ വഴി തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ഖരീനുകൾ എന്താ ചെയ്യുന്നത്? ഫസയ്യനു ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവിടെ മുന്നിലൂടെയും പിന്നിലൂടെയും ഒക്കെ ഇവരിങ്ങനെ ഈ മോട്ടിവേഷനായിട്ട് ഇങ്ങനെ വരും. അവസാനം ഈ തിന്മകളൊന്നും ഒരു പ്രശ്നമില്ലാതെ അതെല്ലാം അലങ്കാരമാക്കി കാണിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരന്മാരെ, ഇതൊരു വലിയ അപകടമാണ് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന. ഇന്ന് ഏറ്റവും വലിയ ദുരന്തം വെച്ചാൽ ഇതൊക്കെ തിന്മയാണ് മക്കളെ എന്ന് പറഞ്ഞാൽ അത് തന്തവൈബും അതുപോലെ തന്നെ വേറെന്തെങ്കിലും വൈബുകളായി മാറപ്പെടാൻ ഒരു മനുഷ്യൻ ഇന്ന് ഒരു തിന്മ എതിർക്കാൻ പാടില്ലാത്ത അവസ്ഥ പോലും വന്നിരിക്കും. ഒരു തിന്മ കണ്ടാൽ അത് എതിർക്കുന്നവനെ എതിർക്കുന്ന ആളുകളായി മാറിയിരിക്കുന്നു നമ്മുടെ ഉമ്മത്തിലെ ആളുകൾ. നിങ്ങൾ ആലോചിക്കണം, പിശാചി എത്രമാത്രം ഈ ഉമ്മത്തിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടാവുകയും അതിനെതിരെ മൗലവിക്കുകയും ചെയ്തിട്ട് നമുക്ക് പീഡനമുണ്ട്, പ്രയാസമുണ്ട്, പരീക്ഷണമുണ്ട് എന്നിങ്ങനെ വാദോരാതെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്തുകൊണ്ടാണ് പരീക്ഷണങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരുന്നതിന്റെ നാരായ പേര് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ചികിത്സിക്കാതെ നമ്മൾ വെറുതെ ഇങ്ങനെ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. വളം വെക്കേണ്ടത് അതിന്റെ മുരടിലാണ്. ആ മുരടിലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ചില്ലയിലും അതുപോലെ തന്നെ തെങ്ങിന്റെ മുകളിലും കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല. അതിന്റെ മുരടിൽ എന്തൊക്കെ കീടങ്ങളും പ്രയാസങ്ങളും അതൊക്കെ മുരട് മാന്തി അവിടെ ക്ലീനാക്കി അവിടെയാണ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്, ചികിത്സകൾ നടത്തേണ്ടത്. ആ ചികിത്സകൾ നടത്താൻ ഇന്ന് ആരുണ്ട് എന്നുള്ളതാണ് പ്രധാനം. നടത്തുന്നവരെ പോലും എന്താ പറയാ, അപരവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ഒരു മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥ പോലും സമൂഹത്തിലുണ്ട്. ഇത് വളരെ സൂക്ഷിക്കണം സഹോദരന്മാരെ. തിന്മ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തിന്മ അവനെ നാശത്തിലേക്ക് നയിക്കും. ആ തിന്മ അവനെ നാശത്തിലേക്ക് നയിച്ചാൽ പിന്നെ മെല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവന്റെ ഹൃദയത്തിൽ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, പ്രവാചകൻ പറഞ്ഞു, ഒരു തിന്മ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പാടുണ്ടാക്കും. അവൻ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, തൗബ ചെയ്താൽ ആ കറുത്തപാട് നീങ്ങി വീണ്ടും അവൻ ഹൃദയം ശുദ്ധിയാകും. അവൻ ഇസ്തിഗ്ഫാർ നടത്തില്ല, അത് തിന്മയെ അവഗണിച്ച് വീണ്ടും തിന്മ ചെയ്യുകയാണെങ്കിൽ അവന്റെ ഹൃദയം നിറഞ്ഞ് അവസാനം അള്ളാഹു പറഞ്ഞതുപോലെ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവിടെ ഹൃദയങ്ങളിൽ ഒരു വരവീണിരിക്കുന്നു, ഹൃദയം പിന്നെ രോഗമുള്ളതാക്കിയിരിക്കുന്നു അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട്. അങ്ങനെയാണ് ഹൃദയം മാറ്റപ്പെട്ടിരിക്കുന്നത്.
സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ താബിഈ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്നൽ മുസറ ലാ യഅമനൂന മിൻ അർബഇ ഖിസാൽ. ഉൾക്കാഴ്ചയുള്ള ബുദ്ധിയുള്ള ആളുകൾ, ബുദ്ധിയുള്ള മുസ്ലിമീങ്ങൾ 4 കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും നിർഭയനായിരിക്കാൻ പാടില്ല. 4 കാര്യങ്ങളെ സംബന്ധിച്ച് എപ്പോഴും അവൻ പേടിയുണ്ടാകണം. അതിലൊന്നെന്താണ്? ദംബിൻ ഖദ് മള ലാ യുറ മാ യസ്നഉ റബ്ബു ഫീഹി. തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിരിക്കുന്ന അബദ്ധങ്ങളും തിന്മകളുമൊക്കെ, ആ തിന്മകൾ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ ആ തിന്മകളുടെ അവസ്ഥ എന്താകും, ആ തിന്മ കൊണ്ട് അള്ളാഹു എന്നെ എന്താണ് ചെയ്യുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർഭയത്വം നൽകുന്ന ഒന്നല്ല. എപ്പോഴും അതിനെക്കുറിച്ച് പേടിയുണ്ടാകണം. റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടിരിക്കണം, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഓംബരിൻ ഖദ് ബഖിയ ലാ യുദറ മാ ഫീഹി മിനൽ ഹലായിക്. ഇനി എനിക്ക് വല്ല ആയുസ്സും അള്ളാഹു നീട്ടിത്തന്നാൽ എനിക്ക് അവശേഷിക്കുന്ന ആയുസ്സിൽ എന്തൊക്കെ ഹലാക്കുകളാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, പരീക്ഷണങ്ങളാണ് പടച്ചവനെ എനിക്ക് വരാനിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും അവൻ നിർഭയനായിരിക്കാൻ പാടില്ല. എനിക്കെല്ലാം ഓക്കെയാണ്, ഞാനിപ്പോൾ സ്വർഗത്തിൽ നേരെ പോകാൻ നിൽക്കുകയാണ് എന്ന ഒരു നിർഭയത്വമൊന്നും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് പടച്ചറബ് എനിക്ക് നൽകുക എന്നും ആ നൽകുന്ന പരീക്ഷണങ്ങളിൽ ഞാൻ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർഭയത്വം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, അഫ്ളലുൻ ഖദ് ഉതിയ, അവൻ നൽകപ്പെട്ടിരിക്കുന്ന ഔദാര്യം ലഅല്ലഹു മക്റുൻ മുസ്തദറാജുൻ. ഇനി ഇപ്പോൾ അവൻ നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ ഔദാര്യമുണ്ടല്ലോ, വലിയ നിഅമത്തുകളുണ്ട്. ആ നിഅമത്തുകൾ ഒരുപക്ഷെ ഇസ്തിദ്റാജായിരിക്കാം. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്മയിലേക്ക് പോകുന്നുണ്ടോ, ഈ നന്മ കൊണ്ട് നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി തന്ന ഒരു ഇസ്തിദ്റാജായിരിക്കാം. അപ്പൊ ഒരു നിഅമത്ത് കിട്ടിയാൽ എനിക്കെല്ലാം കിട്ടി, പടച്ചോൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, പടച്ചോന്റെ എല്ലാ ബർക്കത്തുകളും കിട്ടിയിരിക്കുന്നു, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നല്ല തോന്നേണ്ടത്. അള്ളാഹു എന്തൊരു നിഅമത്ത് തന്നാലും എന്തൊരു പരീക്ഷണം തന്നാലും അത് ഇസ്തിദ്റാജായിരിക്കുമോ എന്ന ഭയം അവനുണ്ടായി. ഇസ്തിദ്റാജ് പറഞ്ഞാൽ കാഫിര്യങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന നിഅമത്താണ്. അഥവാ അവരെ പരീക്ഷിക്കാൻ വേണ്ടി, അവർക്ക് പരലോകത്ത് കൂടുതൽ ശിക്ഷ കൊടുക്കാൻ വേണ്ടി ആ നന്മയിൽ അല്ലാഹു ഇങ്ങനെ സനസ്തദ്രിജും മിൻ ഹൈഥു ലാ യഅലമൂൻ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ ഇതിനെ സംബന്ധിച്ച് നിർഭയത്വം ഉണ്ടാകാൻ പാടില്ല. നാലാമത്തെ കാര്യം, വളലാലത്തുൻ ഖദ് സുയ്യിനത് ലഹു ഫർആഹ ഹുദൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ വലാലത്തിലാണ്, അവനൊരു തിന്മയിലാണ്. ആ വഴികേട് അത് ഞാൻ നന്മയായി കാണുന്നുണ്ടോ എന്നൊരു ഭയം ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പൊ ഞാൻ ചെയ്യുന്നൊരു തിന്മ, ആ തിന്മ എനിക്കൊരു പ്രശ്നമില്ലാതെ അതെനിക്കൊരു തസീനുണ്ട് അല്ലെങ്കിൽ ഒരു അലങ്കാരമാക്കിക്കൊണ്ട് ഞാൻ കാണുന്നുണ്ടോ, അതൊരു ഹുദയായി ഒരു സന്മാർഗമായിക്കൊണ്ട് തെറ്റല്ലാത്ത രൂപത്തിൽ ഞാൻ കാണുന്നുണ്ടോ എന്നവൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒമിൻ സയ്യിഖിൽ ഖുലൂബി സഅതൻ സഅതൻ അസ്റഉ മിൻ തർഫത്തി ഐനിൻ. ഒരു മനുഷ്യന്റെ കണ്ണ് അത് പൂട്ടി തുറക്കുന്നതിനേക്കാൾ വേഗതയിലാണ് ഒരു മനുഷ്യന്റെ ഹൃദയം തിന്മയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരു കണ്ണ് പൂട്ടി തുറക്കാൻ ഇത്ര വലിയ സമയം വേണ്ടല്ലോ. ആ കണ്ണ് പൂട്ടി തുറക്കുന്നതിനേക്കാൾ വേഗതയിൽ, അതിവേഗതയിൽ ഒരു മനുഷ്യന്റെ ഹൃദയം സയ്യിഖിലേക്ക്, തിന്മയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം അത്രയും പെട്ടെന്ന് മനുഷ്യന്മാർ വഴികേട്. ഇത് അദ്ദേഹം പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാപണ്ഡിതനാണ് അബ്ദുല്ലാഹി മുബാറക്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്ന് മനുഷ്യന്മാർക്കിടയിൽ തിന്മയും തോന്നിയാസൊന്നും ഇത്രമാത്രം വ്യാപിക്കുകയും പ്രചരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയം അവന്റെ കണ്ണിമ വെട്ടി തുറക്കുന്നതിനേക്കാൾ വേഗതയിൽ
തിന്മയിലേക്കും വലാലത്തിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ ആധുനിക കാലഘട്ടത്തിൽ അതിനേക്കാൾ വലിയ സ്പീഡിലാണ് മനുഷ്യന്മാർ ഹൃദയങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് വഹുവയുസ്തബുദീനുഹു, അതുപോലെ തന്നെ അവന്റെ ദീന് അള്ളാഹുവിനെ പിടിച്ചുകൊണ്ടിരിക്കും. വഹുവലായഷൂറു, അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ ദീന് പൊളിഞ്ഞു പോകുന്നത് അവൻ അറിയുകയേയില്ല. അവനിങ്ങനെ നടക്കുന്നതാകും, പക്ഷെ അവന്റെ ദീനിങ്ങനെ ഓട്ടസഞ്ചിയിൽ നിന്ന് അരിയും സാധനങ്ങൾ വീണു പോകുന്നത് പോലെ അവന്റെ ദീനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാവും. ഇതൊന്നും അറിയുന്നില്ല. അവസാനം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവന്റെ മുമ്പിൽ ദീനുണ്ടാവില്ല. അവന്റെ ദീൻ അവന്റെ പ്രവർത്തനങ്ങളിലും ഏടുകളിലും ദീനില്ലാത്ത ഒരു അവസ്ഥയിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുന്ന അവസ്ഥയുണ്ടാകും. ഇത് മഹാൻ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പറഞ്ഞ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു കാര്യം. ഇത് നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യക്തമാണ്. കാരണം ഇന്ന് ദീനിങ്ങനെ കൊഴിഞ്ഞ് ആ സ്ഥാനത്തേക്ക് തിന്മകൾ ഇങ്ങനെ കയറി വന്ന് അവസാനം തിന്മയാണ് ദീന് എന്നത് അവസ്ഥയിലേക്ക് വന്നു. നിങ്ങൾ ആലോചിച്ചു ബിദ്അത്തിന്റെ അവസ്ഥ. ഒരു മനുഷ്യൻ, പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ ബിദ്അത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവനൊരു സുന്നത്ത് ഒഴിവാക്കിയവനെ പോലെയായിരിക്കും ഉണ്ടാകുക. ഇപ്പൊ നബിദിനം കഴിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്താ പറയാ, റസൂലുള്ളാഹിയുടെ സ്നേഹമില്ലാത്തവരും. കാരണം എന്തുകൊണ്ട്? ആ നബിദിനം എന്ന ബിദ്അത്ത് പോലും ഒരു നന്മയായി ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ നന്മയേതും തിന്മയേതും ആളുകൾ മനസ്സിലാക്കാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് മഹാൻ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കുല്ലമാ അദ്അഫൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം ഒരു മനുഷ്യൻ ഇങ്ങനെ കുറഞ്ഞു വന്നാൽ ഇസ്ദാദ തസീനുൽ ഖബീഹി ഫി അനിൽ ഇൻസാൻ, വൃത്തികേടുകൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ നന്നായി ഇങ്ങനെ തോന്നും. ഈമാൻ ഇങ്ങനെ കുറയുമ്പോഴേ വൃത്തികേടുകൾ ആ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തോന്നും. അതുപോലെ തന്നെ വകുല്ലമ ഇസ്ദാദ ഈമാനുഹു ബിൽ ആഖിറ, പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എത്രമാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കരിഹൽ ഖബായി, അത്രമാത്രം അവൻ തിന്മകളെ വെറുക്കുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പൊ തിന്മകളെ വെറുക്കുന്ന അവസ്ഥ എപ്പോഴാണ്ടാകുക? ഈമാൻ ഇങ്ങനെ കൂടി വരുമ്പോൾ, ഈമാന് പരലോകത്തെ വിശ്വാസവും അതുപോലെ തന്നെ യൗമുൽ ആഖിറിലെ വിശ്വാസമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അവന്റെ മനസ്സിൽ തിന്മകളൊരു പ്രശ്നം ഉണ്ടാവില്ല. ആ തിന്മകളിൽ അവന്റെ മനസ്സിൽ തസീൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് അല്ലാഹു പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും, അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കി തന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അലങ്കാരമാക്കി തന്നിട്ടുണ്ട്. വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസ്യാൻ, എന്നാൽ തിന്മയും വൃത്തികേടുകളും അധാർമികമായ പ്രവർത്തനങ്ങളുമൊക്കെ അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരു തോന്നിവാസമായി അല്ലെങ്കിൽ വൃത്തികേടായി നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഇട്ടു തന്നിരിക്കുന്നു. അതിനെ കളഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഏറ്റവും നല്ല നന്മയും അതാണ്. അഥവാ തിന്മകളായി മനസ്സിലാക്കുകയും നന്മകളായി മനസ്സിലാക്കുകയും അത് രണ്ടും ഹലാലും ഹറാമും കൂടിക്കുഴഞ്ഞൊരു കാലഘട്ടത്തിൽ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. പരലോകബോധവും പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസവും നമ്മുടെ മനസ്സിനെ രൂഢമൂലമാക്കാൻ ആവശ്യമായ വായനകളും പ്രസംഗങ്ങളും അതുപോലെ തന്നെ ദർസുകളുമൊക്കെ അവൻ നിരന്തരമായി കേൾക്കുകയും മനസ്സിനെപ്പോഴും ശുദ്ധമാക്കിയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാം ഇൻഷാ അല്ലാഹ്, വരുന്ന ദിവസങ്ങൾ നമ്മുടെ കുട്ടികളുടെ മദ്രസയിലെ കുട്ടികളുടെ പരിപാടി നടക്കുന്ന സർഗവസന്തയിൽ പുകയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഒരുപാട് മദ്രസകൾ കൂടിയുള്ള നമ്മുടെ കുട്ടികളുടെ കലാപരമായിട്ടുള്ള സർഗസിദ്ധികൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമമാണ് സർഗവസന്ത് എന്ന പേരിൽ നടത്തുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മണ്ഡലത്തിലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ പിന്നെ കുറച്ച് സാമ്പത്തികമായ സഹായം നമുക്ക് ആവശ്യമുണ്ടാവും. പരിപാടി നടക്കാനും അവിടെ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കളക്ഷൻ ഇൻഷാ അല്ലാഹ് ജുമുഅക്ക് ശേഷം ഇവിടെ നടത്തും. എല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി അതിൽ സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാന ശ്വാസം വരേക്കും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഉറച്ചു നിൽക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്നും തീരാത്ത കടബാധ്യതകളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ അള്ളാഹു അവർക്കെല്ലാം ആശ്വാസം